ചിലർ നമ്മൾ കാണുമ്പോൾ പണമില്ലെങ്കിലും പിന്നെ വീടില്ലെങ്കിലും കാറില്ലെങ്കിലും ഒന്നുമില്ല എങ്കിലും അവരെപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കും. അവർ പിന്നെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ മറ്റു പലതിനെക്കുറിച്ചും ഒരു വലിയ പ്രത്യാശയുള്ളവരായിരിക്കും. അവരെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എൻകറേജ്മെൻ്റ് ഉണ്ടാകും. ഒരു ഉത്സാഹമുള്ളവരായിരിക്കും. എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരിക്കും. ഹല്ലേലൂയ. അവർ നമ്മൾ നോക്കുമ്പോൾ വലിയ പിന്നെ അംബാനിയെ പോലെ വലിയ കോടീശ്വരന്മാരായിരിക്കണമെന്നില്ല. എന്നാൽ അവരുടെ അകത്ത് ചിലതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പണമില്ലെങ്കിലും ജീവിതത്തിൽ പല മേഖലകളിൽ പരാജയപ്പെട്ടവരായിരിക്കാം. രണ്ട് കൈയില്ലാത്തവരുണ്ട്, എന്നാൽ അവർ ഭയങ്കര സന്തോഷമുള്ളവരായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വികലാംഗരായിരിക്കുന്നവർ അവർ ഭയങ്കര സന്തോഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ പടുക്കിടക്കയിലായിരിക്കുന്നവർ ഭയങ്കര സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കര കടബാധ്യതയുള്ളവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാം. ഒരു വചനം എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6:33 നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ പിന്നെ അവനും ദൈവം അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് സ്പിരിച്വൽ വെൽത്ത് എന്നാണ് അതിന് പറയുന്നത്. ആത്മീകമായ ഒരു സമ്പത്ത്. നമ്മുടെ ഒരു മനുഷ്യന് ആദ്യം പിന്നെ പ്രാപിക്കേണ്ട ഒരു സമ്പത്ത്, ഒരു പിന്നെ വെൽത്ത് എന്ന് പറയുന്നത് അവൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് സാധു കൊച്ചു കുഞ്ഞു ഉപദേശി ഒരു പാട്ട് എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ എന്താണ്? വേറെ ഈ ലോകത്തൊന്നുമില്ല. അദ്ദേഹം തൻ്റെ വീട്ടിനകത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു വലിയ പണക്കാരൻ ഇദ്ദേഹം പണം ചോദിക്കുമെന്ന് പറഞ്ഞ് ഒരു കുടയെടുത്ത് മറച്ചു പിടിച്ചുകൊണ്ട് പോയ അനുഭവം. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, എൻ്റെ സമ്പത്ത് പണമല്ല, എൻ്റെ സമ്പത്ത് ഈ ലോകത്തിലുള്ള വസ്തുവകളല്ല, ഈ ലോകത്തിലുള്ള ഒന്നുമല്ല. എൻ്റെ സമ്പത്തെന്ന് പറയുവാൻ ഒന്നേ ഉള്ളൂ, അത് നസ്രായനായ യേശുവാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്തെന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും പ്രാപിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടുന്ന, ഈ ലോകത്ത് അവസാനിക്കുന്നതായിരിക്കരുത്. ഈ ലോകത്ത് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും എല്ലാം ഒരു നിമിഷം ഒരു ദിവസം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. എല്ലാ പണക്കാരൻ്റെയും ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപ, 14 കോടി 50 കോടി, കഴിഞ്ഞ വർഷത്തെ 50 കോടി രൂപയ്ക്ക് ഒരാൾ കേരളത്തിലൊരു വീട് വെച്ച് UK നിന്ന് വന്ന് വെച്ചു. പക്ഷേ ഒരു 10-36 വയസ്സായ ചെറുപ്പക്കാരനാണ്. അവന് വലിയൊരു സ്വപ്നമായിരുന്നു, വലിയൊരു വീട്, വലിയൊരു ബംഗ്ലാവ്. 10-50 കോടിയുടെ ആ വീടിൻ്റെ ആ ഇനോഗ്രേഷന് കയറി താമസത്തിന് 50 ലക്ഷം രൂപയുടെയാണ് വെളിയിൽ കൊണ്ടുവന്ന് പിന്നെ ഈ ഗാർഡനൊക്കെ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. 50 ലക്ഷം രൂപയായി. ഇതൊക്കെ ആ കയറി താമസം കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞെന്നാണ് പറയുന്നത്. 50 ലക്ഷം രൂപയായി അതിന്, മറ്റുള്ള എല്ലാത്തിനും, ആർഭാടങ്ങൾക്കെല്ലാം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഹല്ലേലൂയ. അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത് എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഉണ്ടാക്കിയ 50 കോടിക്കോ അല്ലെങ്കിൽ 1000 കോടിക്കോ ഉണ്ടാകട്ടെ, പക്ഷേ ഈ ലോകത്തുണ്ടാക്കുന്ന വീടോ സ്ഥലങ്ങളോ നിലങ്ങളോ കാറോ ഇതിലൊക്കെ നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ നമ്മുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ അത് വലിയൊരു സമ്പത്താണ്. ഈ സമ്പത്ത് ഒരിക്കലും ഈ ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും, കൊറോണ വന്നാലും, സുനാമി വന്നാലും, ഭൂകമ്പം ഉണ്ടായാലും, ഈ ലോകത്ത് എന്തൊക്കെ നമുക്ക് ഈ ലോകപരമായ നഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മുടെ അകത്ത് വസിക്കുന്ന യേശു. അത് കാരണം ദാവീദ് തൻ്റെ ജീവിതത്തിൽ 20 വർഷക്കാലം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. തനിക്ക് നഷ്ടപ്പെട്ടു, മീഖൾ നഷ്ടപ്പെട്ടു, തനിക്ക് കൂട്ടുകാർ നഷ്ടപ്പെട്ടു, തനിക്ക് അപ്പൻ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, തനിക്ക് ഈ ലോകത്തുള്ളതെല്ലാം നഷ്ടപ്പെട്ട് പിന്നെ നിസ്സാരന്മാരായ ആൾക്കാരുടെ 20 വർഷക്കാലം മരുഭൂമിക്കകത്തുകൂടെ ഒറ്റപ്പെട്ടവനായി പോകുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ രക്ഷയായ പാറയിൽ സന്തോഷിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കുന്നു. അദ്ദേഹം അതിഭയങ്കരമായ സങ്കീർത്തനങ്ങൾ രചിക്കാനിടയായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. കാരണം ഇതാണ് ഇന്നത്തെ ഈ ലോകത്തിലെ നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യത്തെ സമ്പത്തെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ ലോകപ്രകാരമുള്ള സമ്പത്തല്ല. ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടാലും എല്ലാം നമ്മളിൽ നിന്നും നമ്മളെല്ലാവരും നല്ല ഉപേക്ഷിക്കപ്പെട്ടാലും ഒരിക്കലും നശിക്കാത്ത ഒരു സമ്പത്തുണ്ട്. അത് നസ്രായനായ യേശു
യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നതാണ്. നമ്മുടെ അകത്ത് കർത്താവ് വരുന്നതാണ്. നമ്മുടെ കൂടെ ദൈവം ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവൻ. അതാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എല്ലാത്തിനും എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ സമ്പത്ത് വന്ന പൗലോസും പത്രോസും ഒക്കെ അവര് അതിനു മുമ്പ് ഒരു വിഷയം വന്നാൽ തളർന്നു പോകുന്നവർ, ഈ ക്രിസ്തു എന്ന സമ്പത്ത് തൻ്റെ അകത്ത് വന്നപ്പോൾ അവരെ പിടിച്ച് വലിയൊരു ആ കാരാഗ്രഹത്തിനകത്താക്കി ഇട്ടിരിക്കുമ്പോൾ അവരുടെ കൈകളെല്ലാം ആമം വെച്ച് പൂട്ടപ്പെട്ട നിലയിലായിരുന്നപ്പോഴും അതിനകത്ത് അവർ സന്തോഷിക്കുകയാണ്. അതിനകത്തവർ ആരാധിക്കുകയാണ്. ആരാധിക്കുന്നതിൻ്റെ അർത്ഥം, ഈ ലോകത്ത് എന്നെ എവിടെ കൊണ്ടിട്ടാലും ഏത് കാരാഗ്രഹത്തിനകത്തിട്ടാലും ഞാൻ സന്തോഷിക്കും. കാരണം എനിക്ക് ഈ ലോകമല്ല സന്തോഷം തരുന്നത്, എൻ്റെ കൂടെയുള്ള യേശുവാണ് എനിക്ക് സന്തോഷം തരുന്നത്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അത് ആ ഒരു സന്തോഷത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാടിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷിക്കാനേ സമയം വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നോക്കിയാലും നമ്മുടെ ദുഃഖങ്ങളും കണ്ണുനീരുകളും 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് നമ്മളെ വിട്ട് മാറും. ദുഃഖമില്ല എന്നല്ല, കണ്ണുനീരില്ല എന്നല്ല, പ്രശ്നങ്ങളില്ല എന്നല്ല. പക്ഷേ അതൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ഒരു മനുഷ്യനെ ബാധിക്കാതിരിക്കണമെങ്കിൽ അവൻ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ അന്വേഷിക്കുക, ആദ്യം കർത്താവിനെ അന്വേഷിക്കുക. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് പലരും സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഹല്ലേലൂയ. കള്ളക്കടത്ത് നടത്തുന്നു, കള്ള നോട്ടടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പിന്നീട് ഇതെല്ലാം കാരണം ദുഃഖത്തിലാകുന്നു. റൂട്ടുകൾ മാറി സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടവൻ്റെ വസ്തുവൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. മോഷണം നടത്തുന്നു, കൊള്ള നടത്തുന്നു, കൊലപാതകം നടത്തുന്നു. എല്ലാം സന്തോഷത്തിന് വേണ്ടിയാണ്. സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ബാറിൽ പോയി മദ്യപിക്കുന്നു, സന്തോഷിക്കാൻ വേണ്ടി പാർക്കുകളിൽ പോയിരിക്കുന്നു, സന്തോഷിക്കാൻ വേണ്ടി കോമഡി ഉള്ള സിനിമകൾ കാണുന്നു, സന്തോഷിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ ഈ ലോകത്ത്, അതെല്ലാം ചെയ്യുന്നുണ്ട് മനുഷ്യർ. പക്ഷെ ആരുടെയും ഹൃദയത്തിനകത്ത് ശാശ്വതമായ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഈ ലോകത്ത് ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. നല്ല ഫുഡ് കഴിക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്, മദ്യം കഴിക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്, സിനിമ കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. അങ്ങനെ പല സന്തോഷങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ദൈവം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ, യേശു കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. പ്രൈസ്. അപ്പോൾ ആദ്യത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വെൽത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വെൽത്ത് അല്ലെങ്കിൽ ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:3 ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുക. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. പൗലോസ് പറയുകയാണ്, സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങൾ. എത്ര കോടി രൂപ കൊടുത്താലും കിട്ടാത്തതാണ് കൃപാവരം. എത്ര കോടി രൂപ കൊടുത്ത ഈ ലോകത്തിലെ പലപ്പോഴും അപ്പോസ്തലന്മാരുടെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഒരിക്കൽ വലിയൊരു മന്ത്രവാദി വന്ന് പറഞ്ഞു, ഇത് പൈസ എത്ര ദ്രവ്യം വേണമെങ്കിലും തരാം, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരാൻ സാധിക്കുമോ? ഹല്ലേലൂയ. പത്രോസിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. രാജാവ് പൗലോസിനെ വിളിച്ച് ദ്രവ്യം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പൗലോസിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഒരു സാധാരണക്കാരനല്ല പ്രസംഗം കേൾക്കാൻ വിളിച്ചത്, രാജാവ് വിളിച്ചു പൗലോസിനെ. ഹല്ലേലൂയ. കാരണം വലിയൊരു സമ്പത്ത് എനിക്ക് കിട്ടും. ഹല്ലേലൂയ. രാജാവ് വിചാരിച്ചു പൗലോസിന്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നാൽ സമ്പത്ത് കിട്ടും. ഹല്ലേലൂയ. പക്ഷെ പൗലോസിന്റെ അകത്തുണ്ടായിരുന്നത് കോടിക്കണക്കിന് 9.5 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന പൗലോസ് തൻ്റെ കയ്യിലുള്ള ഈ കോടിക്കണക്കിന് പണമെല്ലാം കളഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, താന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായി. കാരണം തനിക്കൊരു കാര്യം മനസ്സിലായി, തൻ്റെ കയ്യിലുള്ള 9.5 കോടി രൂപയുടെ ആസ്തിയും തൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഡിഗ്രികളും
തൻ്റെ കയ്യിലുള്ള ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും പൗരത്വവും ഇതെല്ലാം റോമ സാമ്രാജ്യത്തിലെ പൗരത്വം, ബെന്യാമിൻ ഗോത്രത്തിൻ്റെ ആ ഒരു ഇതിൽ ജനിച്ചു എന്നുള്ള ആ ചിന്താഗതി, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചപ്പന്നും ചവറന്നും എണ്ണിക്കളഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് യേശുക്രിസ്തു എന്ന സമ്പത്തിനെ മുറുകെ പിടിക്കാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഞാൻ പിമ്പിനുള്ളതിനെയൊക്കെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ഓട്ടക്കളത്തിനകത്ത് ഞാൻ ഓടി. കഴിഞ്ഞ ദിവസം ഒരു സന്തോഷ് മല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ ഈ ദേശം വിട്ട് അല്ലെങ്കിൽ ഈ ലോകം വിട്ട് കർത്താവിൻ്റെ അടുക്കൽ പോയി. ഹല്ലേലൂയ. വളരെ ചെറുപ്പക്കാരനായി അദ്ദേഹം തൻ്റെ ഹ്രസ്വകാലം കൊണ്ട് ഓടി നടന്ന് സുവിശേഷ വേല ചെയ്ത് തീഷ്ണതയോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയ ഒരു അഭിഷിക്തനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫ്യൂണറൽ ശുശ്രൂഷയിൽ ഒരു ദൈവദാസൻ, അദ്ദേഹം വിൽസൺ എന്തോ ഒരു പാട്ടുകാരൻ, അദ്ദേഹം ഒരു സാമുവൽ വിൽസൺ, അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി, ഈ ദൈവത്തിൻ്റെ അഭിഷിക്തനെ സ്വന്തമായി കയറിക്കിടക്കാൻ ഇടമില്ല, വീടില്ല, സ്ഥലമില്ല. അത് ഒന്ന് ഓർക്കണമേ. ഞാൻ അപ്പോൾ മനസ്സിലായി അദ്ദേഹം എത്ര സത്യസന്ധനായ ഒരു ശക്തനായ ശുശ്രൂഷകനായിരുന്നു. കാരണം അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഹാളുണ്ടാക്കി, ഒരു ചർച്ചുണ്ടാക്കി, സഭയുണ്ടാക്കി, ആത്മാക്കളെ നേടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ആയിരുന്ന സമയത്ത് ഇഷ്ടം പോലെ അഭിഷിക്തന്മാർ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് നമ്മൾ കണ്ടു. കാരണം അതുപോലെ ഒരു സക്സസ് ആയ ഒരു വലിയ ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം നടത്തി ക്രിസ്തു എന്ന സമ്പത്ത് തൻ്റെ അകത്തുണ്ടായിരുന്നു. താൻ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാക്കിയില്ല, വീടോ സ്ഥലങ്ങളോ നിലങ്ങളോ ഒന്നും തനിക്കില്ല. താൻ വെറും കൈയോടുകൂടി വന്ന് വെറും കൈയോടെ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി. തൻ്റെ ഭാര്യയും മക്കളും ഈ ഭൂമിയിലുണ്ട്. പക്ഷേ താൻ നല്ല പോരാട്ടം പോരാടി കർത്താവിൽ സന്തോഷത്തിൽ നടന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. സ്തോത്രം. താൻ ഈ ലോകത്തൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ തൻ്റെ ഫ്യൂണറലിൽ തൻ്റെ സമ്പത്തിനെ നമ്മൾ കാണുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ, ഹല്ലേലൂയ, അതിരാവിലെ മുതൽ കൂട്ടം കൂട്ടമായി ജനങ്ങൾ കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഒരു സമ്പത്തുള്ളവനായിരുന്നു. കാരണം യേശു ഉള്ളവനാണ് യഥാർത്ഥ, ക്രിസ്തു ഉള്ളവനാണ് വലിയൊരു സമ്പത്തുള്ളവനെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പലരും ഈ ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടി ഓടി നടന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യേശുവിലുള്ളവനാണ് യഥാർത്ഥത്തിൽ സമ്പത്തുള്ളവൻ. ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് ഒരു വചനം വായിക്കാം. 3 യോഹന്നാൻ അതിൻ്റെ 1:2 വായിക്കാം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ഒരു സമ്പത്ത് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മീക സമ്പത്ത്. എല്ലാവരും പറഞ്ഞിട്ട് ആത്മീകമായ സമ്പത്ത്. യേശു ക്രിസ്തുവിലുള്ള കർത്താവ് നമ്മളോട് കൂടി ഉണ്ട്. ആത്മീകമായ അനുഗ്രഹങ്ങളാൽ നമ്മൾ നിറയപ്പെട്ടിരിക്കുന്നു, കൃപാവരങ്ങളാൽ നമ്മൾ നിറയപ്പെട്ടിരിക്കുന്നു, രക്ഷയിൽ നമ്മൾ സന്തോഷിക്കുന്നു, രക്ഷിക്കപ്പെട്ട നമ്മൾ സ്നാനപ്പെട്ട് യേശുവിനോട് കൂടി ചേരുന്നു. അതൊരു ഭയങ്കര സന്തോഷം. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നു, ആത്മാവിൽ നമ്മൾ നടക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജഡീകരല്ല നമ്മൾ. ജഡത്തിൽ വസിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല, ആത്മാവിൽ നടക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവ്, എത്ര കോടി കൊടുത്താലും കിട്ടാത്ത പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം നമ്മളെ കൂടെ നടക്കുകയാണ്. അതായത് മുഴു സ്വർഗം നമ്മോടുകൂടെ. പിന്നെ എങ്ങനെ? ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഹല്ലേലൂയ. എന്നാൽ ഈ ആത്മീകമായ അനുഗ്രഹങ്ങളെല്ലാം, അതായത് കൃപാവരങ്ങളുണ്ട്, നമ്മുടെ അകത്ത് കൃപാവരങ്ങളുണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ സ്നാനപ്പെട്ടവരാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് പലപ്പോഴും നമ്മുടെ ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. അവരുടെ അകത്തെ സോൾ, അതായത് മനുഷ്യന്റെ ആത്മാവ്, അവൻ്റെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിൽ അവന് സന്തോഷം കാണത്തില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രിയനെ എന്ത് ചെയ്യുക? പ്രിയനെ, നിന്റെ ആത്മാവില് ശുഭമായിരിക്കുന്നത് എപ്പോഴും ശുഭമായിരിക്കണം. നീ സകലത്തിനും നിന്റെ ആത്മാവിന് ഒരു സൗഖ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നിന്റെ അകത്തെ മനുഷ്യൻ ഒരു വലിയ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകണം. പലരുടെയും വെളിമേ ഭയങ്കരമായ രക്ഷിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ഇത്ര വർഷത്തിന് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു. പലരും ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു. ഏത് ചർച്ചയിൽ പോകുന്നു? KFM പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പിന്നെ എങ്ങനെയാ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഞായറാഴ്ച പോയൊന്ന് ആരാധിച്ചു, പ്രൈസ്. അവിടെ പോകുമ്പോൾ 3 അന്യഭാഷ പറയുന്നു, 2 കയ്യടി നടത്തുന്നു, ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ആരാധനയ്ക്ക് പോകുന്നു, പ്രൈസ് ലോർഡ്, നൈറ്റ് പ്രയറിന് പോകുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷേ അവൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു വെപ്രാളം, ഒരു സ്വസ്ഥതയില്ല, അവൻ്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല. അവൻ ഉള്ളുകൊണ്ട് ക്ഷയരോഗിയെ പോലെയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ അകത്തെ മനുഷ്യന് ബലമില്ല. അവനൊരു ചെറിയ വിഷയം വരുമ്പോൾ തളർന്നു പോവുകയാണ്. അവൻ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ, ഒരു കടഭാരം വന്നാൽ, ഒരു വലിയ ഒരു രോഗം വന്നാൽ, മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രശ്നം വന്നാൽ, വീട്ടിനകത്ത് ആർക്കെങ്കിലും ഒരു പനി വന്നാൽ മതി, അവൻ്റെ ആ വിശ്വാസം ക്ഷീണിച്ചു പോവുകയാണ്. ഒരു നേരം ആഹാരം കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ഹൃദയം അവൻ ക്ഷീണിച്ചു പോകുന്നു. ഒരു മാസത്തെ കട ഒരു വാടക കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചെറിയ വിഷയം വന്നാൽ ക്ഷീണിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പല മേഖലകളിൽ ഭൗതികമായ രീതിയിൽ അകത്തെ മനുഷ്യൻ ബലമില്ലാത്തവനാണെങ്കിൽ, ആത്മാവിന് ശുഭവും സുഖവുമായിരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, അകത്തെ മനുഷ്യന് ബലമില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള വ്യക്തികൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ചെറിയ ചെറിയ വിഷയങ്ങളിൽ എന്ത് ചെയ്യും? കർത്താവിനെ തള്ളിപ്പറയും, ദൈവത്തെ വിട്ടിട്ട് പോകും, പിറുപിറുക്കാനിടയാകും, ദേഷ്യപ്പെടാനിടയാകും, ദൈവത്തിനെ ചീത്ത വിളിക്കാനിടയാകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ജോലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി ബൈബിൾ തറയി വയ്ക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ മിനിസ്ട്രി ഞാൻ നിർത്താൻ പോകുന്നു, എൻ്റെ ശുശ്രൂഷ നിർത്താൻ പോവുകയാണ്. ഇങ്ങനെയാണ്, ഇതാണോ ദൈവം? അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ച് അറിയാം, എന്നാൽ ദൈവത്തെ നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായോ? നമുക്ക് പലപ്പോഴും യേശുവിനെ കുറിച്ച് നമ്മൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പലരും യേശുവിനെ കുറിച്ച് കേട്ടവരാണ്. ഈ ലോകത്ത് പലരും യേശുവിനെ കേട്ടവരാണ്. രക്തസ്രാവക്കാരി യേശുവിനെ കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ പലരും പാസ്റ്റർമാർ പറഞ്ഞ പ്രസംഗം കേട്ടവർ, ആ കേൾവിയിലൂടെ യേശുവിനെ അറിഞ്ഞവർ. ഹല്ലേലൂയ. സുവിശേഷകന്മാർ വീട്ടിൽ വന്ന് നമ്മളോട് പറയുന്ന സുവിശേഷം പറഞ്ഞത് കൊണ്ട്, അപ്പൊ അങ്ങനെയാണല്ലേ യേശു? 2000 വർഷത്തിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അത് മാനവരാശിയുടെ രക്ഷയ്ക്കാണ്, പാപികളുടെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, വിടുതലിന് വേണ്ടിയാണ്. യേശുവിൻ്റെ മരണത്തിലൂടെ പുനരുദ്ധാരണം ഉണ്ട്, അല്ലെങ്കിൽ രക്ഷയുണ്ട്. ഇതൊക്കെ ഒരു കേട്ടുകേൾവിയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി, നേരത്തെ അവിടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ടീച്ചർ വന്ന് എന്ത് ചെയ്യുക? തിയോളജി പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു ഇന്നതാണ്, 2000 വർഷം ഇന്ന ആ സ്ഥലത്ത് ജനിച്ചു, ബെത്ലഹേമിൽ ജനിച്ചു, ആളിൻ്റെ അപ്പൻ യോസേഫാണ്, മറിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു, എവിടെ ജീവിച്ചു, എവിടെയെല്ലാം പോയി, എന്തൊക്കെ സംഭവിച്ചു, കൂടെ ഉണ്ടായിരുന്നവരുടെ പേര്, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ ഓരോ കാര്യങ്ങളും, ഒരു പുസ്തകത്തിനകത്ത് എത്ര അധ്യായം ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ മേജർ പ്രോഫറ്റ്, മൈനർ പ്രോഫറ്റ്, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ എത്ര ലേഖനം, ഇതൊക്കെ കുറെ അറിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അറിവുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളായി വരുന്നില്ല. എഴുതപ്പെട്ട വചനം നമ്മൾ വായിക്കുന്നു, ലോഗോസ്. പ്രൈസ് ദി ലോർഡ്. അതിന് പറയുകയാണ് ലോഗോസ്. ബൈബിൾ തിയോളജി പഠിച്ചവർ പറയും എഴുതപ്പെട്ട വചനം ലോഗോസ് എന്നാണ് അതിന്റെ പേര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ ജീവിതം. എന്നാൽ ഇതെല്ലാം അറിയുന്ന ഒരു മനുഷ്യൻ, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബൈബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്, തിയോളജി മുഴുവൻ എനിക്ക് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ജോലി ഇല്ലാതായപ്പോൾ യേശു ക്രിസ്തുവിനെ വളരെ മോശമായി എന്ത് ചെയ്യുക? ചീത്ത പറയുകയാണ്. അദ്ദേഹം വളരെ പൊട്ടിത്തെറിച്ച് കർത്താവിനെ ചീത്ത പറയുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇത് കള്ളമാണെന്ന് പറയുന്നു, ഇത് എൻ്റെ തോന്നലാണെന്ന് പറയുന്നു, ഇതൊരു ഹിപ്നോട്ടിസം പോലെയാണ്, ഇത് കുറെ ആൾക്കാരുടെ കുറെ അറിവുകളാണ്, ഇതൊരു കണ്ടെത്തലാണ്, ഇതൊരു പുരാണ കഥയാണ്, ഇതൊരു ഹിസ്റ്ററിയാണ്, ഇത് റിയൽ ഒന്നും അല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പലതും ഇവിടെ പഠിച്ചു വന്നപ്പോൾ കർത്താവ് കാശ്മീരിൽ വന്ന് ഞാൻ അറിഞ്ഞു. ഇതൊക്കെ അറിവുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള അറിവുള്ളവരാരും നമുക്ക് അറിയാം. അറിവുണ്ട്, അപ്പം പറഞ്ഞ അറിവ്, അമ്മ പറഞ്ഞ അറിവ്, കൂടെ വന്നപ്പോൾ കണ്ട അറിവ്, കേട്ട അറിവ്, സഭയ്ക്കകത്ത് ഇരുന്നപ്പോൾ ഉള്ള അറിവ്, പാഷന്മാർ പറഞ്ഞുള്ള അറിവ്. പ്രൈസ് ദി ലോർഡ്. ഈ അറിവുകൾ ഒരു മനുഷ്യനെ നിലനിർത്തത്തില്ല.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ അറിവല്ല മനുഷ്യനെ നിലനിർത്തുന്നത്, ഈ അറിവിനേക്കാളും വലുതാണ് കർത്താവ്. നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാൾ, വായിച്ചറിഞ്ഞതിനേക്കാളും, പ്രൈസ് ദി ലോർഡ്, പഠിച്ചതിനേക്കാളും, ഏത് തിയോളജിക്കൽ സെമിനാരിയിൽ 5, 10, 12 വർഷം പഠിച്ചാലും തിയോളജി എന്ന് കുറേ പേരുകളും ഇംഗ്ലീഷുകളും കുറേ ലോകത്തില്ലാത്ത ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പഠിക്കാം. എന്നല്ലാതെ നിന്റെ ലൈഫിൽ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നീ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷിയാണ്. ഞങ്ങൾ യേശുവിനെ കണ്ടു, കർത്താവിനെ തൊട്ടു, അവനെ രുചിച്ചറിഞ്ഞു, അവന്റെ ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേട്ടറിവിനേക്കാൾ, ആ കർത്താവിനെ കുറിച്ചുള്ള അറിവിനേക്കാൾ ഉപരിയായി യേശുവിനെ അനുഭവിക്കുന്നവർ, യേശുവിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ വിളി അനുസരിച്ച് ഇറങ്ങിത്തിരിച്ചവർ, ദൈവ ശബ്ദം കേട്ടവർ, കർത്താവിന്റെ മഹത്വം കണ്ടവർ, മഹിമ കണ്ടവർ, അവനെ തൊട്ടവർ, അവനെ കണ്ടവർ, അവനെ രുചിച്ചവരായി ഞാനും നീയും മാറുമ്പോൾ, ഞാനും നീയും യേശുവിനെ അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോൾ, അവിടെയാണ് നമ്മുടെ അത്ഭുതം, അവിടെ നമ്മുടെ ജീവിതം മാറുകയാണ്. അങ്ങനെയുള്ളവനൊരു പ്രത്യേകതയുണ്ട്, അവൻ തീക്കകത്ത് കുരുത്തവനാണ്, അവൻ വെയിലത്ത് വാടിപ്പോകത്തില്ല, അവന് കൊറോണ ഒരു വിഷയമല്ല. ഹല്ലേലൂയ. അവന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. അവൻ അറിവിലല്ല, കേട്ടറിവിലല്ല, അവൻ അനുഭവത്തിലൂടെ ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അറിവിനേക്കാൾ, കുറിച്ച് കേട്ടതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവെന്ന വ്യക്തി നിന്റെ അകത്ത് വരുമ്പോൾ നീ എങ്ങനെ നടക്കണമെന്ന് നിന്നെ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. നിന്റെ വഴികളെ റെഡി. അപ്പോൾ കേട്ടറിവുള്ളവന്, അല്ലെങ്കിൽ കേട്ടറിഞ്ഞവനോ വായിച്ചവനോ ഈ ആത്മീയ ലോകത്ത് നിൽക്കത്തില്ല. എന്നാൽ അനുഭവിച്ചവൻ നിൽക്കും, കണ്ടവൻ നിൽക്കും, കേട്ടവൻ നിൽക്കും, തൊട്ടു നോക്കിയവൻ നിൽക്കും. കർത്താവിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവുള്ളവൻ ഈ ആത്മീക ലോകത്ത് നിൽക്കാനിടയാകും. അതാണ് പത്രോസ്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷിയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, 3 വർഷമായി നിങ്ങൾ ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കുന്നു, ഇപ്പോൾ പലയിടങ്ങളിൽ ശുശ്രൂഷിക്കും. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, പാസ്റ്റർ മഹിമ കണ്ട സാക്ഷിയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, യേശുവിനെ കണ്ടതുകൊണ്ടാണ് വിശ്വാസത്തിൽ വന്നത്. പക്ഷേ ഞാൻ വായിച്ചും കേട്ടും, ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വായിച്ചത് കൊണ്ട്, കണ്ടതുകൊണ്ട്, ഞാൻ അതിനെ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ടറിവുള്ളവന് ജീവിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലരും നിർബന്ധിച്ച്, അപ്പനും അമ്മയൊക്കെ മക്കളെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ആരാധിക്കും മക്കളെ, പ്രാർത്ഥിക്കും മക്കളെ, ഉപവസിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച്, അവർക്ക് അത് അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അനുഭവമില്ല. അനുഭവമില്ലാത്തവന് ഇത് പരിഹാസമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നശിച്ചു പോകുന്നവനെ സംബന്ധിച്ച് ഇത് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടാനുള്ളവന് ഇത് ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്ന അഭിഷിക്തന്മാരെ കണ്ട് ചിരിച്ച് പുച്ഛിച്ച് പരിഹസിച്ച് കളിയാക്കിയിരിക്കുന്നവൻ നശിച്ചു പോകാനുള്ളവനാണ്. കാരണം അവനത് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടാനുള്ളവന് ദൈവവചനം എന്ന് പറയുന്നത് അത് ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-3 വായിച്ചാട്ടെ. ആത്മാവിനകത്ത് ബലമുള്ളവനെ കുറിച്ച്, അതിനകത്ത് ആത്മാവിൽ നടക്കുന്ന, അല്ലെങ്കിൽ ശുഭവും സുഖവുമായിരിക്കേണ്ടതിന് അതിനകത്ത് വെളിപ്പാട് എഴുതിയിട്ടുണ്ട്. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ്. അപ്പോൾ ആത്മാവ് സുഖമായിരിക്കണമെങ്കിൽ, ശുഭമായിരിക്കണമെങ്കിൽ, അത് എന്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭവും സുഖവുമായിരിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ഗ്ലോറിക്ക് മഹിമ കണ്ട സാക്ഷിയായി ജീവിക്കണമെങ്കിൽ നിന്റെ അകത്ത് എന്ത് വരണം? അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം, പരിജ്ഞാനത്തിന്റെ ആത്മാവ് വേണം. പ്രൈസ് ദി ലോർഡ്. ബലത്തിന്റെ ആത്മാവ് വേണം, വിവേകത്തിന്റെ ആത്മാവ് വേണം, ആലോചനയുടെ ആത്മാവ് വേണം, പരിജ്ഞാനത്തിന്റെ ആത്മാവ് വേണം, യഹോവ ഭക്തിയുടെ ആത്മാവ് വേണം. 7 ആത്മാക്കളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്,
ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. ആത്മാവ് അകത്ത് വന്ന് അവന്റെ ഒരു ഒന്നാമത്തെ ലക്ഷണം എന്തായിരിക്കും? അവന്റെ പ്രമോദം, അവന്റെ സന്തോഷം. പ്രമോദം എന്ന് പറഞ്ഞാൽ അവന്റെ സന്തോഷം ഇന്റർനെറ്റ് നോക്കിയിരിക്കുന്നതിലല്ല, അവൻ ഫേസ്ബുക്ക് നോക്കി സന്തോഷിക്കുന്നവന്മാരല്ല അങ്ങനെയുള്ളവര്. ബൈബിൾ 48 പറയും മൊബൈലും എടുത്ത് FBക്കകത്ത് ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും വേറെ ഈ ലോകത്ത് എന്തൊക്കെ ആപ്പുണ്ടോ അതിനകത്തൊക്കെ കയറി ഇരുന്ന് മുഴുകി ചിരിച്ചും കളിച്ചും തോണ്ടിയും അടുത്തിരിക്കുന്നവനെ കണ്ണ് കാണിച്ചും ആരാധനയ്ക്കകത്തിരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ദബുദ്ധികളല്ല. അങ്ങനെയുള്ളവനെ കുറിച്ചല്ല വചനം പറയുന്നത്. ഇങ്ങനെയുള്ള മെന്റൽ പാർട്ടികൾക്ക് വേണ്ടി അല്ല ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർ, ഈ ലോകത്തിലുള്ളതിൽ സന്തോഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ആത്മീയനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ നടക്കുന്നവനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവന്റെ അകത്ത് ആത്മാവുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയും? അവൻ ഈ ലോകത്തിലുള്ള സകലത്തിലും ഒന്നിനുമല്ല സന്തോഷിക്കുന്ന പ്രമോദിക്കുന്നത്, അവൻ യഹോവയിൽ പ്രമോദിപ്പിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ, വായിച്ചോ. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല ന്യായപാലനം ചെയ്യുന്നത്. ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയല്ല, വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുക്രിസ്തുവിന്റെ ആത്മാവുള്ളവന്റെ പ്രത്യേകത. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും അല്ല അവൻ പറയുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ ഒമിക്രോണോ അല്ലെങ്കിൽ കൊറോണയോ ഇനി വരാൻ പോകുന്ന ഒന്നും കണ്ട് അവൻ ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളവന് ഐഡിയ ഉണ്ട്. എന്തുണ്ട്? ഐഡിയ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഐഡിയ ആണ് പറഞ്ഞിട്ട്. ഐഡിയ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും, സുനാമി വന്നാലും ഭൂകമ്പം വന്നാലും ഇനി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, അനുഗത്തെ മനുഷ്യൻ ബലപ്പെടുന്നവനും, ദൈവത്തിന്റെ ജ്ഞാനം പരിജ്ഞാനമുള്ളവൻ, ആത്മാവുള്ളവന് ദൈവം കൊടുക്കുന്നത് വചനം. വചനത്തിനകത്ത് എന്തുണ്ട്? ഐഡിയ ഉണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണം, കടഭാരം വന്നാൽ എങ്ങനെ ഓവർകം ചെയ്യണം, കടഭാരം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ കുടുംബജീവിതം നടത്തണം, എങ്ങനെ തലമുറയെ വളർത്തണം, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെ ആലയത്തിൽ വരണം, എങ്ങനെ അസ്ഥി ഒടിയാതിരിക്കാം, എങ്ങനെ ദീർഘായുസുള്ളവനായിരിക്കാം, എങ്ങനെ നര കയറാതിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പിന്നെ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്ത് പിന്നെ എന്തുവാ ഈ പിന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തില്ലെങ്കിലും, വസ്തുവില്ലെങ്കിലും, വീടില്ലെങ്കിലും ഞാൻ നിന്നെ നരയ്ക്കോളം ചുമക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ എങ്ങനെ സേവിച്ചാൽ നരയ്ക്കുമ്പോൾ ഈ ദൈവം ചുമക്കും. നിനക്ക് എങ്ങനെ ദീർഘായുസുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നീ വാർദ്ധക്യത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഫലം കായ്ക്കുന്നവനായി മാറും. ഇതൊക്കെ പറയുന്നതാണ് വചനം. അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം തരുന്നത് ഒന്നാമത്തെ സംഭവം ജീവിക്കാനുള്ള എന്താണ്? ഐഡിയ. ഹല്ലേലൂയ. ഈ ഐഡിയ എന്ന് പറയുന്നത് അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നവന് കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ ഐഡിയ ഉള്ളവനാണ് ജീവിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഐഡിയ ഉള്ളവൻ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് എവിടെ ചെയ്യും? ഐഡിയ ഉള്ളവൻ കള്ളന്മാർ തുറക്കുന്ന സ്ഥലത്താണോ? തുരുമ്പ് കൊണ്ടുപോകുന്ന സ്ഥലത്താണോ? പുഴു അരിക്കുന്ന സ്ഥലത്താണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? ഐഡിയ ഉള്ളവൻ എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും? അവൻ ഈ ഭൂമിയിൽ ചെയ്യത്തില്ല. ഐഡിയ ഉള്ളവൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ ബാങ്ക് അക്കൗണ്ടിനകത്തല്ല, SBIക്കകത്തല്ല, ഫെഡറൽ ബാങ്കിനകത്തല്ല. ഐഡിയ ഉള്ളവൻ ചെയ്യുന്ന ദൈവരാജ്യത്തിനകത്ത് അവൻ ഇൻവെസ്റ്റ് ചെയ്യും. ഐഡിയ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ഐഡിയ ഉള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നടക്കുന്നവന് ദൈവം ഐഡിയ കൊടുക്കുന്നു ജീവിക്കാൻ. അവന്റെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്നതല്ലെന്നാണ് ആദ്യത്തെ ഐഡിയ. അവന് ഐഡിയ ഉള്ളവൻ, ജ്ഞാനമുള്ളവൻ ആദ്യം മനസ്സിലാക്കുന്നത് എന്റെ പൗരത്വവും എന്റെ ആയുസ്സും, എന്റെ പൗരത്വം ഇവിടെയല്ല, എന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, എനിക്ക് നിത്യമായൊരു ലൈഫുണ്ട്, അവിടെയാണ് എനിക്ക് സമ്പാദ്യം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ആ സമ്പത്ത് എന്ന് പറയുന്നത് ഞാൻ അവിടെ സ്വരൂപിക്കണം. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ഈ ഭൂമിയിലും മരിക്കുന്നതിന് മുമ്പ് ഒരു ശവക്കല്ലറയൊക്കെ ഉണ്ടാക്കിയിട്ട് മരിച്ച അടക്കാൻ വേണ്ടി ഒരു ശവക്കല്ലറ, അതാണ് അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഐഡിയ. അതാണ് പണം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, ഏറ്റവും അവസാനം അടക്കാൻ വേണ്ടി ഒരു ശവക്കല്ലറയും കൂടെ ഉണ്ടാക്കിയിരുന്നു. അവന്റെ ഐഡിയ തീർന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ശവക്കല്ലറ കൊണ്ട് അവസാനിക്കാത്തതാണ് ക്രിസ്ത്യാനിയായ നമ്മുടെ സമ്പത്ത്.
ഈ ലോകത്തെ സകല മനുഷ്യനും അവസാനം രണ്ട് കൈയും ഹല്ലേലൂയ വെറും കൈയോടെ പോകുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തു ഉള്ളവൻ വെറും കൈയോടെ അല്ല പോകുന്നത്. അവൻ ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം കൊണ്ട് അവനൊരു സമ്പത്തുള്ളവനായി നിത്യതയ്ക്കകത്ത് കയറുകയാണ്. അവിടെ അവനെ കാത്തിരിക്കുന്ന നീതിയുടെ കിരീടമുണ്ട്, ജീവന്റെ കിരീടമുണ്ട്. അവന് വേണ്ടി സർവശക്തനായ ദൈവം സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച ഒരു ഭവനം അവനോട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും നീയും ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിച്ചും ആരാധിച്ചും വേദപുസ്തകം കയ്യിലേന്തി ആത്മനിറവുള്ളവരായി ദൈവരാജ്യത്തിന് വേണ്ടി ഓടുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി നമ്മൾ അറിയാതെ ദൈവം അധ്വാനിക്കുന്നു. ആ അധ്വാനം എന്തിനെന്നറിയാമോ? നമുക്ക് വിശ്രമസ്ഥലം ഒരുക്കുന്ന ഒരു ദൈവം എനിക്കും നിനക്കും വിശ്രമ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം തന്റെ സ്വന്തം കൈയാൽ, ഹല്ലേലൂയ, കൈപ്പണിയാൽ ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് വചനം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് വായിച്ചു പെട്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവത്തിന്റെ കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ദൈവത്തിന്റെ വചനം, ആദിയിൽ വചനം ദൈവം ഉണ്ടായിരുന്നു. വായിച്ചോ? വചനം ദൈവത്തോട് കൂടെ, ദൈവത്തിന്റെ കൂടെ ആയിരുന്നു വചനം. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഹല്ലേലൂയ. അപ്പൊ ആ വചനം എന്ന് പറയുന്ന ആദ്യം എന്താണ്? യേശു ദൈവം, പിന്നെ പിതാവായ ദൈവം ഈ ലോകത്തെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ഉണ്ടാകട്ടെ എന്ന് വിളിച്ച് പറഞ്ഞു. വചനം വിളിച്ചു പറഞ്ഞു. പ്രൈസ്. ഒരു ഐഡിയ ആദ്യം ഉണ്ടാകുന്ന എന്താണ്? ഒരു ഐഡിയയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഈ വാച്ച് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ആദ്യം ഉണ്ടായത് ഒരു ഐഡിയ ആണ്. പിന്നെ ഒരു വാച്ചായി വന്നു, ഒരു ഷർട്ടായി വന്നു, ഒരു കീബോർഡായി വന്നു, ഒരു മൈക്കായി വന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ആദ്യം ഉണ്ടാകുന്ന എന്താ? പിതാവായ ദൈവം ഈ ഭൂമിയെക്കുറിച്ചൊരു ഐഡിയ, മനുഷ്യനെക്കുറിച്ചൊരു ഐഡിയ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ള സകല മനുഷ്യന് വേണ്ടി ഭൂമിയിൽ സകലതും ഉണ്ടാക്കി, അതൊരു ഐഡിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഐഡിയ ഉള്ളവന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും, ഭാവിയെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ പെന്തക്കോസ്തുകാരാണ്, ദൈവമക്കളാണെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ കയ്യും അടിച്ച് പാട്ടും പാടി അന്യഭാഷയും പറഞ്ഞ് നടക്കാനല്ല. നമ്മളുടെ അകത്ത് ഈ ദൈവം, അതിഭയങ്കരനായ ദൈവം, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള എൻ്റെ അകത്തും നിന്റെ അകത്തും ദൈവം ഇതുപോലെ ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം വെറും മണ്ടന്മാരല്ല. നിന്റെ അകത്ത് യേശുവിന്റെ ആത്മാവ് വന്നാൽ നീ ഭയങ്കര നോളജ് ഉള്ളവനാണ്, അറിവുള്ളവനാണ്, ജ്ഞാനിയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, നീ ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നാളെയെ കുറിച്ച് നിനക്ക് വലിയൊരു ഐഡിയ ദൈവം തരാനിടയാകും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനാണ് ഈ ആത്മാവ് തന്നത്. ചുമ്മാ കൈയടിച്ച് അന്യഭാഷ്യം പറഞ്ഞ ഇതിൽ നിർത്താനല്ല. പ്രൈസ് ദി ലോർഡ്. ജീവിക്കാൻ വേണ്ടി, പ്രൈസ് ദി ലോർഡ്, മുന്നോട്ടുള്ള നാളുകളിൽ നിത്യത വരെ ജീവിക്കാനുള്ള ഐഡിയ നിന്റെ അകത്ത് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് അർത്ഥശൂന്യമായ നശ്വരമായ ലോകത്തിലല്ല നമ്മളിതൊന്നും സമ്പാദ്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. നിത്യത വരെ എത്താനുള്ള ഐഡിയ ആണ് ക്രിസ്തു നിന്റെ അകത്ത് വന്നപ്പോൾ നിനക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫിസിക്കൽ വെൽത്ത് പറഞ്ഞാട്ടെ. ഫിസിക്കൽ വെൽത്ത്. ഹല്ലേലൂയ. ഒന്നാമത്തെ വെൽത്ത് എന്താണ്? സ്പിരിച്വൽ വെൽത്ത്. എന്താണ്? ആത്മീകമായ സമ്പത്ത്. രണ്ടാമത്തെ സമ്പത്ത് സോൾ വെൽത്ത്, അതായത് ആത്മാവിലുള്ള അകത്തെ മനുഷ്യനുള്ള വെൽത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ വെൽത്ത് എന്താണ്? ഫിസിക്കൽ വെൽത്ത്. പ്രൈസ് ദി ലോർഡ്. പലരും ഈ ശരീരത്തെ എന്ത് ചെയ്യും? ഈ നമ്മുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തെ പലരും നിസ്സാരമായി കാണും. പലരും പറയാ എൻ്റെ ശരീരം മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം മണ്ണിലങ്ങ് പോകും, അതുകൊണ്ട് ഈ ശരീരം ശോഷിച്ചാലും ബലഹീനമായാലും ക്ഷീണിച്ചാലും രോഗമായാലും കുഴപ്പമില്ല, ആത്മാവ് ബലമുണ്ടായിരുന്നാൽ മതി. പക്ഷേ ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അടിപ്പിണരുകളാൽ ഏറ്റത്, പ്രൈസ് ദി ലോർഡ്, താൻ ക്രൂശിക്കപ്പെട്ടത്, താൻ ശിക്ഷാവധി ഏറ്റത് എവിടെയാ? ശരീരത്തില, ബോഡിയില. എന്തിനു വേണ്ടിയാ? നിന്റെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാൻ. നിന്റെ ശരീരം ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ബലമുണ്ടെങ്കിൽ മാത്രമേ
നിന്റെ ശരീരത്തിന് ബലമുണ്ടെങ്കിലേ നിന്റെ അകത്തെ മനുഷ്യന് ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിന്റെ ശരീരം ഉണ്ടെങ്കിലേ, ഈ ശരീരമാണ് ആത്മാവിനെ കൊണ്ടു നടക്കുന്ന ഒരു കൂടാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു സ്പിരിറ്റാണ്, ഒരാത്മാ ദേഹിയാണ്. പ്രൈസ് ദി ലോർഡ്, ഒരാത്മാവുള്ളവനാണ്. ആത്മാവിനെയാണ് നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്പിരിറ്റ് പേരാണ്. ഹല്ലേലൂയ. ആത്മാവിനെ കൊണ്ട് നടക്കാനുള്ളതാണ് ഈ ബോഡി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ഈ ബോഡിയെ തന്നു, ശരീരത്തെ തന്നു. ഈ ശരീരത്തിന് സൗഖ്യം വരുത്താനുള്ള എല്ലാ വഴികളും ദൈവം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ചില ആൾക്കാർ അനാവശ്യമായിട്ട് ദൈവം പറയാത്ത ഫാസ്റ്റിംഗ് എല്ലാം എടുത്ത് ശരീരം നശിച്ചാലും എൻ്റെ ആത്മാവ്, പക്ഷേ മണ്ടത്തരമാണ്. ലീഗലായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആത്മാവായതുകൊണ്ട് ഭൂമിയിൽ വന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന നമുക്ക് ശരീരം തന്നിരിക്കുന്നത്. ദൈവം ആത്മാവായിട്ടല്ല ഇവിടെ വന്നത്. ദൈവവും കർത്താവായ യേശു ക്രിസ്തു ഒരു ബോഡി ആയിട്ടാണ് വന്നത്. ഇവിടെ ഒരു ശരീരം കൊണ്ടാണ് ഇവിടെ വന്നത്, അവതാരമെടുത്തത്. ഹല്ലേലൂയ. കാരണം ലീഗലായി ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ശരീരം വേണം. ഹല്ലേലൂയ. അപ്പൊ പിശാചിനും നിന്റെ ശരീരം വേണം, ദൈവത്തിനും നിന്റെ ബോഡി വേണം. ഹല്ലേലൂയ. അപ്പൊ ആർക്ക് നമ്മുടെ ശരീരം കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിന് നമ്മളെ ശരീരം കൊടുക്കണം, പിശാചിനല്ല നമ്മളെ ശരീരം കൊടുക്കേണ്ടത്. അപ്പോൾ പിശാചിന് ശരീരം കൊടുക്കുന്നവരാണ് മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും മൂക്കിപ്പൊടി വലിക്കുന്നതും മ്ലേച്ഛതകൾ കാണുന്നതും പറയുന്നതും ചെയ്യുന്നതും. ഇതെല്ലാം പിശാചുമായി കണക്ട് ചെയ്യാൻ അവൻ്റെ ബോഡി അതിനു വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാല് പച്ച കുത്താൻ പോകുന്നത്, പ്രൈസ് ദി ലോർഡ്, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത്, ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത്, ശരീരത്തിൽ സൂയിസൈഡ് ചെയ്യാൻ തൻ്റെ ശരീരത്തെ കീറി മുറിക്കുന്നത്, മദ്യം ഇഷ്ടംപോലെ മദ്യം കഴിച്ച് അതിൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത്, ശരീരത്തെ ക്രൂരമായി ദണ്ഡിപ്പിക്കുന്ന പലരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല രീതികളിൽ അവരെ ദൈവം നമുക്ക് തന്ന ഈ ബോഡിയെ നശിപ്പിക്കാൻ പിശാചിന് കൂട്ടുനിൽക്കുമ്പോൾ ദൈവമക്കളായ നമ്മൾ ലീഗലായി ദൈവത്തിന് നമ്മുടെ ശരീരം ആവശ്യമാണ്. പ്രൈസ്. അതുകൊണ്ടാണ് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ദൈവാത്മാവ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഈ ശരീരമുണ്ടെങ്കിലേ ദൈവത്തിന് ഈ ഭൂമിയിൽ ദൈവരാജ്യം പണിയാൻ പറ്റൂ. എന്നെയും നിന്നെയും ദൈവം വിളിച്ചത് നമ്മുടെ വീട് പണിയാനല്ല, ഈ ദൈവരാജ്യം പണിയാനാണ്. ലോകത്തെ പണിയുവാൻ, ലോകരാജ്യങ്ങളെ പണിയുവാൻ, പട്ടണങ്ങളെ പണിയുവാൻ, ആ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പണിയുവാൻ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കളെ പണിയുവാൻ, നരകത്തെ ശൂന്യമാക്കാൻ, സ്വർഗത്തെ നിറയ്ക്കാൻ ദൈവം നമ്മുടെ ശരീരത്തെ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു മന്ദിരമാണ്. ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പലരും ശരീരത്തെ എന്ത് ചെയ്യുന്നത്, പല രീതിയിൽ നശിപ്പിക്കുന്നവരുണ്ട്. ഒരുപാട് ഫുഡ് കഴിച്ച്, ഭക്ഷണം കഴിച്ച് കൊളസ്ട്രോളും ബിപിയും ഇതെല്ലാം കൂട്ടി സ്വയം മരിക്കുന്നവരുണ്ട്. ഓവറായിട്ട് ഈറ്റ് ചെയ്ത്. പിന്നെ ചില ആൾക്കാർ ആത്മീകം കൂടിയിട്ട് എന്നും ഫാസ്റ്റിംഗ്, ദൈവം പറയാത്ത കുറേ ഫാസ്റ്റിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞാൽ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദൈവം നമുക്ക് ബലം തരും. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, എന്നും മതത്തിൻ്റെ മതതീവ്രവാദികളായി. പ്രൈസ് ദി ലോർഡ്. അവർ ഭയങ്കര ആത്മീകരായി നിഗളിച്ച് എന്നും ചില ഫാസ്റ്റിങ്, എന്തും പല രീതിയിൽ ചില മതത്തിൻ്റെ ആചാരമനുഷ്ഠാനം അനുസരിച്ച് ശരീരത്തെ ദണ്ഡിപ്പിക്കുമ്പോൾ ദൈവം പ്രസാദിപ്പിക്കുന്നു എന്ന് തെറ്റായി ധരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ ശരീരം വാർദ്ധക്യത്തിന് നീ ഫലം കായ്ക്കും. നീ ദേവദാര് പോലെ പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചും ഇരിക്കും. നീ നീതിമാൻ പന പോലെ നീ തഴച്ചു വളരും. നിന്റെ അസ്ഥികൾക്ക് ബലമുണ്ടാകും. ഹല്ലേലൂയ. നീ പുഷ്ടിയുള്ളവനായിരിക്കും, നീ ആരോഗ്യമുള്ളവനായിരിക്കും, നീ ആയുസ്സുള്ളവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ ശരീരത്തിൽ വന്നാൽ ആ ശരീരം പുഷ്ടിയുള്ള, ആരോഗ്യമുള്ള, ബലമുള്ള, ശക്തിയുള്ള, ദീർഘായുള്ള ശരീരമാകാനാണ് എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടത്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത സകല പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു, ശിക്ഷാവിധി ഏറ്റെടുത്തു. അതുകൊണ്ട് വചനം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 പറയുകയാണ്, ഇനി നിന്റെ ശരീരത്തിൽ ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷാവിധി ഏറ്റെടുത്തത് കൊണ്ട് ഇനി ഒരു ശിക്ഷാവിധി നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഫിസിക്കലായിട്ടുള്ള ഒരു സമ്പത്ത് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്, വെൽത്ത് തന്നിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യമുള്ളവൻ, നല്ല ആരോഗ്യം എന്ന് പറയുന്നത്
പരിശുദ്ധാത്മാവ് യേശു ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വചനം പറയാണ് പുഷ്ടിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ശരീരം പുഷ്ടിയുള്ളതായിരിക്കും, ആരോഗ്യമുള്ളതായിരിക്കും. നിന്റെ ശരീരം ഒരു രോഗത്തിനുള്ളതല്ല. നിന്റെ ശരീരം രോഗത്തിന് വസിക്കാനുള്ളതല്ല, ക്യാൻസറിന് ഇരിക്കാനുള്ളതല്ല, മുഴകൾക്ക് ഇരിക്കാനുള്ളതല്ല, എപ്പിലെപ്സിക്ക് ഇരിക്കാനുള്ളതല്ല, സോറിയാസസിന് ഇരിക്കാനുള്ളതല്ല. നിന്റെ ശരീരത്തിൽ ഇന്നുള്ള ഒരു രോഗത്തിനും നിന്റെ ശരീരത്തിൽ ലീഗലായിട്ടുള്ള അധികാരമില്ല. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നീ സ്നാനപ്പെട്ടവനാണെങ്കിൽ നിന്റെ ശരീരത്തിൽ ദൈവം വസിക്കുകയാണ്. നിന്റെ ശരീരം യേശുവിനെ നീ ധരിച്ചിരിക്കുകയാണ്. നീ യേശുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:13-14 പറയുന്നു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്കായി, ശാപങ്ങൾക്കായി മരത്തിന്റെ മേൽ തൂങ്ങപ്പെട്ടവനായി തീർന്നത് കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി ദൈവരാജ്യം അല്ലെങ്കിൽ സമ്പത്ത്, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? കോടിക്കണക്കിന് രൂപയുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ ശരീരം മുഴുവൻ രോഗം, ഷുഗറും BP-യും കൊളസ്ട്രോളും. എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നേരെ ചൊവ്വേ നല്ലൊരു ആഹാരം കഴിക്കാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്, ഒന്ന് ദൈവം നമ്മുടെ കൂടെ ഉള്ളത്, രണ്ട് നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന സന്തോഷം. എൻ്റെ പ്രിയന് ഞാനത് ഉറക്കത്തിൽ കൊടുക്കും. നല്ല ഉറക്കം. എത്രയോ പേര് നമ്മളെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നു, ഉറക്കമില്ല. എത്ര വർഷമായിട്ട് ഉറക്കമില്ലാത്ത. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു ഫാമിലി വന്നത്, ഉറക്കമില്ല. ഉറങ്ങാൻ വേണ്ടി മന്ത്രവാദികളുടെ അടുക്കൽ പോയി, സകല പരിപാടികളും നടത്തി, പക്ഷെ ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കമില്ലാത്തത് കൊണ്ട് ശരീരം നീരടിച്ചിരിക്കുന്നു, ശരീരത്തിന് ക്ഷീണം, രോഗം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടവനാണ്, CSIയിൽ സ്നാനപ്പെട്ട ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു സ്നാനം എനിക്ക് വേണോ? അദ്ദേഹത്തിന് അങ്ങ് മടിയാ. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടാൻ ഒരു മടി, വചനം ഏറ്റെടുക്കാൻ ഒരു മടി, മാനസാന്തരപ്പെടാൻ മടി. പക്ഷെ ഉറങ്ങണം, ആരോഗ്യം വേണം. ഉറങ്ങണം, ആരോഗ്യം വേണോ? ഞങ്ങളൊക്കെ 9 വർഷം ഉറക്കമില്ലാതെ കിടന്നവരാ. പക്ഷെ ഉറക്കമില്ലാതെ 8-9 വർഷക്കാല യൗവനകാലത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ, ഉറക്കമില്ലാതെ കടന്ന ഞങ്ങൾക്ക് യേശു വന്നപ്പോൾ നല്ല ഉറക്കമുണ്ടായി. എന്നും ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നവരാ. കഴിഞ്ഞ എത്രയോ വർഷമായി ഹോസ്പിറ്റലിൽ കയറാതെ നല്ല ആരോഗ്യമുള്ളവരായി ഇരിപ്പാൻ പരിശുദ്ധാത്മാവ്, അതാണ് വെൽത്ത് എന്ന് പറയുന്നത്. പണം കയ്യിലുണ്ട്, ലക്ഷങ്ങൾ, കോടികൾ, പക്ഷേ കഴിക്കാൻ വയ്യ. നല്ല ആഹാരം കണ്ടാൽ കഴിക്കാൻ വയ്യ. ഇതെനിക്ക് കഴിക്കാൻ പാടില്ല, കാരണം രോഗമുള്ളവനല്ല. അപ്പോൾ ഫിസിക്കൽ വെൽത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ആത്മാവിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമുക്കുണ്ടാകണം. ഇതെല്ലാം കൂടെ ഉള്ളതാണ് ആത്മീക ജീവിതം. ആത്മീക ജീവിതത്തിനെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളാണ്. ഒരു ആത്മീകന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന്, ക്രിസ്തു ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. 2, ആത്മാവിന് ഒരു സമ്പത്തുണ്ടാകണം, അതാണ് നമ്മുടെ സമ്പത്ത്. 3, ഫിസിക്കൽ വെൽത്ത്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള ശരീരം. അത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വചനങ്ങളൊക്കെ ഒരുപാടുണ്ട്, എന്നാൽ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ അടുത്തൊരു വെൽത്താണ് സോഷ്യൽ വെൽത്ത്. എന്താണ് സോഷ്യൽ? എന്താണ് ഈ സോഷ്യൽ വെൽത്ത്? മത്തായി എഴുതിയ സുവിശേഷം അത് 22:37-39 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല വചനങ്ങളുണ്ട്, വളരെ വേഗത്തിൽ ഞാനങ്ങ് പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഫിസിക്കൽ വെൽത്ത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഉള്ളൊരു സമ്പത്ത്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ അകത്തുള്ള സമ്പത്ത്, ഇതൊക്കെ ഉള്ളവരുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ചില ആൾക്കാർ യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ബന്ധുക്കളുമായിട്ടുള്ള ഇതങ്ങ് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ബന്ധുക്കളെ വീട്ടിൽ പോകത്തില്ല, കല്യാണത്തിന് പോകത്തില്ല, മരണത്തിന് പോകത്തില്ല. ഞങ്ങൾ വിശുദ്ധരും, അവരെല്ലാം പാപികളും. എല്ലാവരും പാപികളാണ്, പിശാച് പിടിച്ചവരാണ്, ദുഷ്ടന്മാരാണ്, പിശാച്. അയ്യോ, ആ വീട്ടിൽ പോയാൽ പിന്നെ എൻ്റെ അകത്ത് പിശാച് കയറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടു, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പനും അമ്മയും പിന്നെ രക്ഷിക്കപ്പെട്ടില്ല, ഉടനെ അവരുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടു. ഒരു ചർച്ചിൽ ചെന്ന് മരണം വരെ പാസ്റ്ററും പറയുന്നത് കേട്ട് അവിടെ 4-3-7 വിശ്വാസികളുടെ കൂടെ മാത്രം ബന്ധപ്പെട്ട് വെളിയിൽ ഇറങ്ങി നടന്നാൽ അവിടെ എവിടെ നോക്കിയാലും പാപികൾ, എവിടെ നോക്കിയാലും ദുഷ്ടന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നാൽ വേദപുസ്തകം അത് പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്.
തൻ്റെ പുത്രത്വത്തെ അംഗീകരിക്കാത്തവരാണ് അവിടെയുള്ള എല്ലാവരും. പക്ഷെ കർത്താവ് ആരെയും ശത്രുവായിട്ട് കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. തൻ്റെ അപ്പനും അമ്മയും എൻ്റെ വെളിപ്പാടില്ലാത്തത് കൊണ്ട് അപ്പനും അമ്മയും അവിടെ മാറിയിക്കാൻ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഭയങ്കര വെളിപ്പാടുള്ളവനും ദർശനമുള്ളവനും അഭിഷേകമുള്ളവനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അതുകൊണ്ട് യോസേഫെ മറിയെ ഇനി എനിക്ക് നിങ്ങൾക്ക് തമ്മിലൊരു ബന്ധമില്ലെന്ന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം അമ്മയോടും അപ്പനോടും പറഞ്ഞില്ല, ഈ ബാക്കിയുള്ള ഈ സഹോദരങ്ങൾ പിന്നെ എൻ്റെ സഹോദരൻ അവരും ഞാനുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ മുകളിൽ നിന്ന് വന്നവരാണ്, ഇവരെൻ്റെ ഈ ഭൂമിയിലുള്ളവരാണ്, അതുകൊണ്ട് ഞാൻ ഒരു ഭയങ്കര വ്യത്യസ്തനാണെന്ന് യേശു പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും ആരുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സോഷ്യൽ ഒരു വെൽത്ത് നമുക്കുണ്ടാകണം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തിക്ക് ആ ബന്ധങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് സമൂഹമായിട്ടൊരു ബന്ധം വേണം. പ്രൈസ് ദി ലോർഡ്. ബന്ധുക്കളുമായി, വീട്ടുകാരുമായി, അപ്പനായി, അമ്മയായി, സഹോദരങ്ങളുമായി. നിങ്ങളുടെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലായിരിക്കാം, പക്ഷെ അതേസമയം നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് അവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ ശത്രുവായി കാണരുത്. നിങ്ങളുടെ കൂട്ടുകാർ രക്ഷിക്കപ്പെട്ടില്ല, കഴിഞ്ഞ ദിവസം വരെ കൂട്ടുകാരായിരുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോടുകൂടി അവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ കാരണം അങ്ങനെയല്ല. നമ്മുടെ സോഷ്യൽ ബന്ധങ്ങൾ യേശു വരുമ്പോൾ ആദ്യത്തിനേക്കാൾ ഉപരിയായി നമുക്കവരെ സ്നേഹിക്കാൻ, ഉൾക്കൊള്ളുവാൻ, ക്ഷമിക്കാൻ, പൊറുക്കാൻ സാധിക്കുമ്പോൾ ആ യേശുവിനെ അവരും അംഗീകരിക്കാനിടയാകും. നിന്റെ ജീവിതത്തിലെ മാറ്റം കാണുമ്പോൾ, ആദ്യത്തെ സ്വഭാവങ്ങൾ മാറുമ്പോൾ, വഞ്ചനയും ചതിയും ഒക്കെ മാറി നല്ലൊരു മനുഷ്യനായി മാറുമ്പോൾ അവർ വീണ്ടും നമ്മളോട് അടുക്കാനിടയാകും, നമ്മുടെ അടുക്കൽ വരും. അവർക്കൊരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മളെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സമൂഹവുമായിട്ട് ഒരപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരിക്കണം. ആരോഗ്യപരമായൊരു ബന്ധം. അതിൻ്റെ അർത്ഥം അവരുടെ കൂടെ വെള്ളമടിക്കാനും വെടിവലിക്കാനും ചീട്ട് കളിക്കാനും ചെന്നിരിക്കണമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹം നമ്മളിൽ നിന്നവർ തിരിച്ചറിയുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, അപ്പനും അമ്മയും വീട്ടിൽ കയറ്റുന്നില്ല, അവർ വസ്തു തരുന്നില്ല, ഉടനെ അവർക്കെതിരായി കേസ് കൊടുത്ത് വിഷയമുണ്ടാക്കി അടികൂടി കൂടി, അതിനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ സ്നേഹിക്കാൻ, അവരോട് ക്ഷമിക്കാൻ. നിങ്ങളുടെ വസ്തു വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു വലിയ മാറ്റം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് എല്ലാം നമുക്ക് എഴുതി തരാനിടയാണ്. പലരും അതിന് പകരം കേസ് കൊടുക്കാൻ പോകുന്നു. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വസ്തു തന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അവർക്കെതിരായി കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ, അടിപിടി എല്ലാം ഉണ്ടാകും. ഇവിടെ ഈ സഭയിൽ വന്നുകൊണ്ടിരുന്ന 2 അനിയന്മാർ ചേട്ടന്മാർ രണ്ടുപേരും ബന്ധക്കോസ് സഭയിൽ പോകുന്നവരായിരുന്നു. വേറൊരു സഭയിൽ ചേട്ടൻ പോകുന്നു, ഇവിടെ ഒരു അനിയൻ വന്നുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് അപ്പനെയും അമ്മയും കൂടെ കഷ്ടപ്പെടുത്തി. രണ്ടുപേരും ബന്ധക്കോസ് സഭയിൽ പോകുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്കും അവർ കഷ്ടപ്പെടുത്തി വസ്തുവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. വസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുത്തി കൊല്ലാറാക്കി. ഞങ്ങളൊക്കെ പാസ്റ്റേഴ്സ് അവിടെ ചെന്നപ്പോൾ നമുക്ക് നാണക്കേടായിപ്പോയി. കാരണം രണ്ടുപേരും വിശ്വാസികളാണ്, ദൈവമക്കളാണ്. ചേട്ടനും അനിയനും തമ്മിൽ അടി, ഭയങ്കര അടിയും ബഹളവും പ്രശ്നങ്ങളും. അവരുടെ ഭാര്യമാര് ഭയങ്കര, പക്ഷേ ഭാഷമാർ ഭയങ്കര അന്യഭാഷയാണെന്നാണ് പറയുന്നത്. അവരാരാധന വന്നിരിക്കുമ്പോൾ തറയെന്ന് പൊങ്ങി നേരെ ഇവിടെ മേൽക്കൂരയിൽ ഇടിക്കും തല. അതുപോലെയാണ് അന്യഭാഷയിൽ ആരാധന. പക്ഷെ വീട്ടിൽ ചെന്ന അപ്പന് കഞ്ഞിവെള്ളം കൊടുക്കത്തില്ല, അമ്മയെ നോക്കത്തില്ല, സഹോദരങ്ങളോട് അടി, അവരെ വിഷം കൊടുത്ത് കൊല്ലാൻ നിൽക്കുക. അനിയനും ചേട്ടനും പെന്തക്കോസ്ത് സഭയിൽ പോയി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവര് വൈകുന്നേരം ചെന്ന് മൺവട്ടി ഊരി തലയിലടിച്ച് കൊല്ലാൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതല്ല ആത്മീക ജീവിതം. നമുക്ക് ആരോഗ്യമുള്ള നല്ല ഒരു സ്നേഹം, സഹോദരൻ, അതാണ് സാമൂഹികമായ സോഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ദൈവമക്കൾക്ക് മാത്രം ദൈവം തന്നിരിക്കുന്നതെന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ആരാധനയും പ്രാർത്ഥനയും പ്രസംഗവും ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്നതായിരിക്കണം, നമ്മുടെ ജീവിത ശൈലികളെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം സമൂഹത്തിന് ഒരു ബ്ലെസ്സിങ് ആയി മാറും. പ്രൈസ്. വേറൊരു വെൽത്ത് ഉണ്ട്, കമ്മ്യൂണിറ്റി വെൽത്ത്. എന്താണെന്നറിയാമോ? പിന്നെ 5 മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, പ്രൈസ് ദി ലോർഡ്. അവർക്ക് കരുണ ലഭിക്കും. പെന്തക്കോസ്തുകാർക്ക് മാത്രം ഇല്ലാത്ത ഒരൊറ്റ സംഭവമാണിത്. ഹല്ലേലൂയ.
നമ്മളെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാട് അറിയാന്നുള്ളത് രക്ഷിക്കപ്പെട്ടു. അവനവൻ്റെ വീടും കാര്യം സ്ഥലം, എനിക്ക് കാറ് വാങ്ങിക്കണം, എനിക്ക് വീട് വാങ്ങിക്കണം, എനിക്ക് സ്ഥലം വാങ്ങിക്കണം, എനിക്ക് എൻ്റെ മക്കൾക്ക് അമേരിക്ക പോകണം, UK പോകണം, എനിക്ക് വിസ കെട്ടണം, എനിക്ക് അത് ചെയ്യണം എന്നല്ലാതെ സമൂഹം കമ്മ്യൂണിറ്റിയിൽ ഈ സമൂഹത്തിന് വേണ്ടി ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ, പാവപ്പെട്ടവൻ വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കാൻ, നമ്മുടെ കൂട്ട് സഹോദരങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, അവന് ഭക്ഷണമില്ല, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനോട് കരുണയോട്, അതാണ് വചനം പറയുന്നത്. അതാണ് കത്തോലിക്കക്കാർ അത് ചെയ്യുന്നുണ്ട്. കത്തോലിക്കക്കാർക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ചാരിറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ അടക്കത്തിന് വരുന്ന ആൾക്കാരെ കണ്ട നമ്മൾ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിച്ചെന്ന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ജീവിച്ചിരുന്നപ്പോൾ ഒരു വിധവയുടെ കണ്ണുനീര് തുടച്ചിട്ടുണ്ടോ? ഒരു പാവപ്പെട്ടവന്റെ കണ്ണുനീര് തുടച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും വീടോ സ്ഥലമോ വെച്ച് കൊടുത്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും പാവപ്പെട്ടവന് കൊറോണ സമയത്ത് നിന്റെ അറിവിലുള്ള ആർക്കെങ്കിലും ഭക്ഷണം നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ കയ്യടിയോ അന്യഭാഷയായിട്ടിരുന്ന് അപ്പുറത്തവന്റെ കോഴി ചാവാനും അവൻ മുടിഞ്ഞു പോകാനും അവന്റെ വസ്തു അവന്റെ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കാനും അവന്റെ തലയിൽ ഇടുത്തി വീഴാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ കരുണയുള്ളവരാണോ ദൈവത്തിന്റെ മക്കൾ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവമക്കളായ നമ്മളോട് ദൈവം പറയുന്നത് നമ്മൾ കരുണയുള്ളവരായിരിക്കണം. യേശു കരുണയുള്ളവനായിരുന്നു, നല്ല ശമരിയക്കാരനായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ, പ്രൈസ്. കാരുണ്യ, വഴിയിൽ കിടന്നവനെ പലരും ഈ കരുണയുടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പലരും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഭക്ഷണം പൊതികെട്ടി കൊടുക്കുന്നവരുണ്ട്. അതൊരു ചാരിറ്റിയാണ്. ക്യാൻസർ വാർഡുകളിൽ ചെന്ന് സുവിശേഷം പറയുന്നവർ, പ്രൈസ് ദി ലോർഡ്. ഹോസ്പിറ്റലുകളിൽ കൂട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നവർ, വഴി കിടക്കുന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കി അവരെ നോക്കുന്നവരുണ്ട്. അനാഥ മന്ദിരങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഓർഫനേജുകൾ, ഓൾഡ് ഏജ് ഹോമുകൾ പണി, ഇതെല്ലാം ഒരു ചാരിറ്റി പ്രവർത്തനമാണ്. ഒരു ദൈവത്തിന്റെ പൈതലിന് യേശു അകത്ത് വന്നാൽ നമ്മുടെ അകത്തും ഈ കരുണയുടെ ആത്മാവുണ്ട്, കാരുണ്യത്തിന്റെ ആത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചാരിറ്റിയുടെ ഒരു അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. കാരണം യേശുവിന്റെ ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയ്യടി കൊണ്ട് അവസാനിക്കുന്നതല്ല, അന്യഭാഷ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല, ഒരു പ്രസംഗം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല, ഒരു ഫാസ്റ്റിംഗ് കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. നമുക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നുള്ള ചിന്തയല്ല. ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യുന്നു? ഒരു പെന്തക്കോസ്തുകാരൻ ഒരിക്കലും കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവത്തിന്റെ പൈതലായ നമ്മള് അവൻ പെന്തക്കോസ്തുകാരൻ, ദൈവത്തെ അറിഞ്ഞവനല്ല. വീട്ടിൻ്റെ അടുത്ത് ഒരു ഹിന്ദു, മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനോ ആകട്ടെ, നിന്റെ അയൽക്കാരൻ, പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തി അതല്ല നിന്റെ കൂട്ടുകാരൻ ഏത് ജാതിയിലോ മതത്തിൽപ്പെട്ടവനാകട്ടെ, അവന്റെ ലൈഫിൽ ഒരു കഷ്ടത വന്നാൽ മതവും ജാതിയും നോക്കി അല്ല നമ്മൾ സഹായിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവന്റെ വീട്ടിൽ നിലവിളി കേൾക്കുന്നു, നമ്മൾ അങ്ങോട്ട് ഓടിപ്പോകണ്ട. പ്രൈസ് ദി ലോർഡ്. അവന്റെ വീട്ടിലൊരു മരണം നടന്നു, മൈൻഡ് ചെയ്യണ്ട. അവൻ അവിടെ അവൻ മന്ത്രവാദവും പൂജയായിട്ട് നടന്നുകൊണ്ടാണ് ഇതൊക്കെ വന്നത്, അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയല്ല. ദൈവമക്കളായ നമ്മൾ യേശു വന്നു കഴിഞ്ഞാൽ ജാതിയും മതവും നോക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ ഒരു കൃപയുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഒരു ദൈവവിളി ഉള്ളവന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. നാട്ടുകാർ നമ്മളെ കണ്ട കല്ലെറിയുന്ന രീതിയിൽ അവൻ പെന്തക്കോസ്തുകാരൻ, അവന് നാട്ടുകാരെ കണ്ട ചിരിക്കത്തുമില്ല, മിണ്ടത്തുമില്ല, ഒരു മരണം വന്നാലും ഒരു കല്യാണം വരത്തുമില്ല, അവര് ഒരു അന്യഗ്രഹ ജീവിയാണ് എന്ന് ദൈവമക്കളായ നമ്മളെ കണ്ട ആർക്കും തോന്നരുത്. നമ്മൾ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു ബന്ധമുള്ളവരായിരിക്കണം. ഈ കമ്മ്യൂണിറ്റിയുമായിട്ട്, ലോകവുമായിട്ട്, ലോകത്തിലുള്ള സകല വ്യക്തികളുമായിട്ട് അവർക്കൊരു ചാരിറ്റി ഉള്ള, ഒരു കരുണയുള്ള ഒരു ഹൃദയം. അതാണ് മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീ. അതാണ് യേശു ക്രിസ്തുവിനെ അവർ സുവിശേഷം പ്രസംഗിച്ചല്ല, അവർ ജീവിച്ച് കാണിച്ചു. ഹല്ലേലൂയ. അവർ ജീവിച്ച് കാണിച്ചപ്പോൾ ദേശം മുഴുവൻ, ലോകം മുഴുവനും യേശുവിനെ അവരിലൂടെ കണ്ടു. അവരൊരു സ്റ്റേജിൽ കയറി 1.5 മണിക്കൂർ പ്രസംഗിച്ചില്ല, പക്ഷേ വഴി കിടന്ന ഒരു വ്യക്തിയോട് കരുണ കാണിച്ചപ്പോൾ ലോകം അവരിലൂടെ യേശുവിനെ കണ്ടു. നമ്മൾ പ്രസംഗിച്ചോ ട്രാക്ട് വിതരണം ചെയ്തോ അല്ല യേശുവിനെ കാണിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെ, നമ്മുടെ നല്ല വാക്കിലൂടെ, നമ്മുടെ സഹായം ചെയ്യുന്നതിലൂടെ നമ്മൾ യേശുവിനെ കാണിക്കണം. അതാണ് നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ.
അടുത്ത ഒരു വലിയൊരു സമ്പത്താണ് തലമുറകൾ, ജനറേഷൻ വെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്ത് ഏറ്റവും വലിയ സമ്പത്താണ്. അതാണ് 128 സങ്കീർത്തനം 4 വാക്യം പറയുകയാണ്, ഒരു വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ് തലമുറ. ആ ദൈവത്തിന്റെ ദാനമാണ് തലമുറ എന്ന് പറയുന്നത്. നിന്റെ തലമുറ ഒലിവ് തൈകളെ പോലെയാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെ ഉള്ളവൻ പട്ടണ വാതിൽക്കൽ അവനെ കുറിച്ച് പ്രശംസയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയ്ക്ക് നീ യേശുവിനെ കൊടുക്കണം. നിന്റെ തലമുറ ഒരു സമ്പത്താണ്. നിന്റെ തലമുറ ദൈവത്തിന്റെ ദാനമാണ്. നീ തലമുറയ്ക്ക് എന്ത് ചെയ്യണം? ഒരു യേശുവിനെ കൊടുക്കുന്നവനായിരിക്കണം. ചില ആൾക്കാര്